നമ്മളിപ്പോൾ അഷ്ടമുടിയിലെ തോലുകടവ് എന്ന് പറയുന്ന ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ നിന്ന് ശിക്കാരയിൽ പെരിങ്ങളം വരെ പോകുന്ന കാഴ്ചയുടെ വീഡിയോ ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. തോലുകടവ് ബോട്ട് ജെട്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് ക്ലബ് മഹേന്ദ്ര റിസോർട്ട് അഷ്ടമുടിയുടെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല കുറേ ടൂറിസ്റ്റ് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവർലി പാക്കേജൊക്കെ ആയിട്ട് പോവാം. ഇവിടെ നിന്ന് മൺട്രോ ഒക്കെ പോകുന്ന പാക്കേജൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ ബോട്ടിൻ്റെ ഒരു ജെട്ടിയും കൂടെയാണ്. പക്ഷേ ഇവിടെ ഒരു ദിവസം ഇപ്പോൾ ഒരേ ഒരു ബോട്ടേ വരുന്നുള്ളൂ. വൈകുന്നേരം 6:30 പെരിങ്ങളത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ബോട്ട് മാത്രമേ ഈ ബോട്ട് ജെട്ടി വരുന്നുള്ളൂ. വേറെ പാസഞ്ചർ ബോട്ടൊന്നും വരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഇവിടെ കാഴ്ചകളായി കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാണ്ട് ഈ ഒരു ബോട്ട് അവിടുന്ന് ഉണ്ടായിരുന്നായിരുന്നു. അതിനെ ഒരു സ്പീഡ് ബോട്ടും ഈ ഒരു ശിക്കാരയും കൂടെ കെട്ടി കൊണ്ട് അവർ പോകുന്ന ഒരു കാഴ്ച കണ്ടു. കണ്ടോ, രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് താണ്ടെ അത് പാർക്ക് ചെയ്യാനെന്തോ കൊണ്ടുപോവാണ്. വൈകുന്നേരത്തെ ഒരു സൂര്യൻ്റെ കാഴ്ചയും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ വളരെ മനോഹരമാണ് കാണാൻ. ഈ കായലിൻ്റെ കാഴ്ചകളും അഷ്ടമുടി കായലിൻ്റെ കാഴ്ചകളും നല്ല മനോഹരമാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മൾ പോകാനുള്ള ബോട്ട് വന്നു. അങ്ങനെ ആ ബോട്ടിലേക്ക് കയറി, ശിക്കാരയിൽ കയറി അങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പെരിക്കുളത്തേക്കാണ് പോകുന്നത്. ഈ സൈഡിൽ കാണുന്നത് അഷ്ടമുടിയിലുള്ള ക്ലബ് മഹേന്ദ്രയുടെ റിസോർട്ടാണ്. നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നല്ല ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും ഈ ചീനവല്ലയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. ഇഷ്ടംപോലെ ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ ഇതുപോലെ ശിക്കാരകൾ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ കൂടെയാണ് നമ്മുടെ അഷ്ടമുടി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പാക്കേജ് ബോട്ട്. അത് കൊല്ലത്തു നിന്ന് രാവിലെ 10:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടുണ്ട്. അതും ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ക്ലബ് മഹേന്ദ്രയുടെ ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലബ് മഹേന്ദ്രയുടെ ഫ്ലോട്ടിംഗ് റിസോർട്ടാണ്. അത് അഷ്ടമുടിക്കായലിനകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റിസോർട്ടുകൾ. അതിൻ്റെ ഒരു കാഴ്ച നല്ല മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ തന്നെ ക്ലബ് മഹേന്ദ്രയുടെ ശിക്കാരയും സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. കെട്ടുവള്ളമുണ്ട്. ആ കാണുന്ന കെട്ടുവള്ളമാണ്. അങ്ങനെ കാഴ്ചയെ കണ്ടുകൊണ്ട് ക്ലബ് മഹേന്ദ്രയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രണ്ടിലേക്ക് പോവാണ്. പെരിങ്ങളം വരെ പോകുന്നുണ്ട്. പെരിങ്ങളത്ത് നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് പോകുന്നത്. ശിക്കാര ബോട്ടിലെ ഒരു റൈഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ചും വൈകുന്നേരത്തെ ഒരു യാത്ര. ഒരുപാട് ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഒക്കെ തിരിച്ചു വരുന്ന കാഴ്ച കാണാം. ചെറിയ ബോട്ടുകളെന്നല്ല പറയുന്നത്, വള്ളങ്ങൾ, ബോട്ടല്ല വള്ളം തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. പിന്നെ വൈകുന്നേരത്തെ ആ സൂര്യൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ഈ സൈഡിലുള്ള തെങ്ങിലൊക്കെ കവർ ചെയ്തുകൊണ്ട് ആ സൂര്യപ്രകാശം നമ്മുടെ ഈ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ച നല്ല മനോഹരമാണ്. ശരിക്കും ഇവിടെ പാസഞ്ചർ ബോട്ട് സർവീസൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇപ്പം മൺട്രോ ഐലൻഡിനെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് പെരിങ്ങളം അഷ്ടമുടിയെ കണക്ട് ചെയ്തുകൊണ്ട് അവിടെ മാത്രമാണ് സർവീസ് ഉള്ളത്. രാവിലെ കൊല്ലത്ത് നിൽക്കുന്ന ബോട്ട് മൺട്രോ ഐലൻഡ്, പെരിങ്ങളം ആ റൂട്ടിൽ ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ട് റിട്ടേൺ വരുമ്പോഴാണ് തിരിച്ച് നമ്മുടെ ഈ തോലുകടവിൽ വരുന്നത്. അല്ലാതെ നമുക്ക് തോലുകടവിൽ നിന്ന് പാസഞ്ചർ ബോട്ടില്ല. 6:30 നമുക്ക് ഇവിടുന്ന് തോലുകടവിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അതൊരു 7:30 ആകുമ്പോൾ കൊല്ലത്ത് ചെന്ന് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ശിക്കാര എടുത്ത് പോകാം. ഒരു മിനിമം ഒരു മണിക്കൂറിനൊക്കെ 1000 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് റേറ്റ്. അത് നിങ്ങൾ വന്നിട്ട് ബാർഗെയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കൊരു നല്ല റേറ്റിൽ കിട്ടും. നമ്മുടെ ഈ ബോട്ടിലെ ചേട്ടൻ നമ്മളെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. എന്താണ് ആ സൈഡിൽ കാണുന്ന അഷ്ടമുടി ബോട്ട് ജെട്ടിയും അതുപോലെ തന്നെ പെരുമൺ ദുരന്തം സംഭവിച്ച അഷ്ടമുടി കായലിൻ്റെ ഒരു ഏരിയയും ഒക്കെ അദ്ദേഹം കാണിച്ചു തന്നു. നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മുടെ മൺട്രോ ഐലൻഡിൻ്റെ ആ ഒരു ഏരിയ. മൺട്രോ ഐലൻഡ് ഏരിയയാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഭരണിക്കാവിൻ്റെ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മളെ കാണിച്ചു തരികയുണ്ടായി.
ശരിക്കും നല്ല ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ ഇവിടെ. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ടൂറിസത്തിന് വേണ്ടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ശരിക്കും ഈ പാസഞ്ചർ ബോട്ടിൻ്റെയൊക്കെ സമയം ആർക്കൊന്നും അറിയില്ല വെളിയിലുള്ളവർക്ക്. നേരത്തെ 4:30 മണിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇപ്പം നിർത്തി. അപ്പം അതിൻ്റെ ആളുകളില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ പെരിങ്ങളം ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. വൈകുന്നേരത്തെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചയെ കണ്ടുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. പിന്നെ നേരെ കാണുന്നുണ്ടോ ഏതാ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ചയാണ്. മൺട്രോ യുടെ ആ ഒരു ഏരിയ കൂടെ കവർ ചെയ്തുകൊണ്ട് ട്രെയിൻ പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. അഷ്ടമുടിയുടെ ഏരിയ ആണിത്. ശരിക്കും ഞാൻ ചോദിച്ചു ഇവിടെയൊക്കെ പാലം വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പാലത്തിൽ കൂടെ നമ്മൾ ഇവിടുന്ന് അഷ്ടമുടി പോകണമെന്നെങ്കിൽ റോഡ് കറങ്ങി തിരിഞ്ഞ് പോകണം. പിന്നെ ഇത് കട്ട് ചെയ്തൊരു വലിയ പാലം കെട്ടുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചെറിയ വള്ളങ്ങളുണ്ട്, മോട്ടോർ കണക്ട് ചെയ്തിട്ടുള്ള വള്ളങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ബസ്സിലൊക്കെ പോയി കറങ്ങി പോകുന്നതിനേക്കാളും വളരെ സ്പീഡിൽ അവർക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചിന്നക്കടയിൽ പോകണമെങ്കിലും ഒക്കെ ഈ സ്പീഡ് ബോട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നേരെ നമ്മുടെ ആ പെരിങ്ങളം ബോട്ട് ജെട്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ചേട്ടനെ അങ്ങനെ വളരെ നല്ല ഒരു ചേട്ടനായിരുന്നു. പുള്ളി കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എന്നോട് അവിടുന്ന് അഷ്ടമുടിയിൽ വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെരിങ്ങളത്ത് വിട്ടാൽ മതി, ഇവിടെ ഒരു ആശ്രമവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അതിനോട് അടുത്തായിട്ടാണ് ഈ ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ പെരിങ്ങളം വരെയുള്ള യാത്രയിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബോട്ട് ജെട്ടിയുടെ ഏരിയയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മുടെ തോലുകടവിൽ നിന്ന് പെരിങ്ങളം വരെയുള്ള ഒരു കാഴ്ചയുടെ ഒരു ചെറിയ വീഡിയോ ആണ്, ഷിക്കാരയിലുള്ള യാത്ര വീഡിയോ ആണിത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊല്ലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചേട്ടൻ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. ചേട്ടനും കൂടെ ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ പരിചയക്കാരായിട്ടുള്ള രണ്ടുപേരോടൊക്കെ പറഞ്ഞു, സാറ് ഇവിടെ പരിചയമില്ലാത്ത ആളാണ്, ഇവിടെ നിന്ന് അടുത്ത ബോട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ കയറ്റി കൊണ്ടുപോകണം, ഞാൻ തിരിച്ച് പാസഞ്ചർ ബോട്ടിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് യാത്രയായി. അദ്ദേഹത്തിൻ്റെ കാർഡും നമ്പരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മൺട്രോയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പൊന്മാൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം തീർച്ചയായിട്ടും അടുത്ത യാത്രയിൽ അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.